പ്രേക്ഷകരുടെ മണ്ടത്തരം കാരണം ഇന്ന് ജിസേൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ സീസൺ 1 ശ്വേതാ മേനോൻ ഇറങ്ങിപ്പോയതുപോലെയാണോ ജിസേൽ എന്ന് ഇറങ്ങിപ്പോയത്? ഷാനവാസിന്റെ സംസാര രീതിയെ പറ്റി ചോദിച്ചിട്ടുണ്ട് ലാലേട്ടൻ. സമാധാനമായി, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, നല്ല കാര്യം. എന്താണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നത് നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് സീരീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ബിന്നിയുടെ ക്യാപ്റ്റൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. കുറെ പേര് നല്ല അഭിപ്രായവും പറയുന്നുണ്ട്. നമ്മുടെ അനീഷും ഷാനവാസൊക്കെ മോശം ക്യാപ്റ്റൻ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയാണ് ഷാനവാസിന്റെ സംസാര ഇഷ്യൂ. ഷാനവാസ് സംസാരിക്കുന്ന വീട്ടുകാരെ വിളിക്കുന്നതും അതുപോലെ തന്നെ റിലേഷൻസ് ഇനി കുറെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ ആ റിലേഷനെ പറ്റി വിളിക്കുന്നൊക്കെ ലാലേട്ടൻ ഷാനവാസിനെ കുത്തി സംസാരിക്കുന്നുണ്ട്. കാരണം ഷാനവാസിന് ശരിക്കും പറഞ്ഞൊരു യെല്ലോ കാർഡായിരുന്നു കൊടുക്കേണ്ടത്. ശരിക്കും കുറഞ്ഞു പോയി. കാരണം എല്ലാരും പറയുന്നത് ഷാനവാസിനെ പറഞ്ഞിട്ടാണ് തിരിച്ചു പറയുന്നത്. പക്ഷേ ഒരു എപ്പിസോഡ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മസ്താനി ഷാനവാസിനെ പോടോ എന്നാണ് പറഞ്ഞത്. പോടാ എന്നല്ല, താൻ പോടോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പോടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് എടുത്തടിച്ച് തന്നെ പറഞ്ഞാണ് വീട്ടിലുള്ള അച്ഛനെ വിളിച്ചാൽ മതി എന്ന്. അപ്പൊ ഇത്തരം സ്വഭാവമുള്ള ഷാനവാസ് യെല്ലോ കാർഡ് തന്നെ കൊടുക്കണമായിരുന്നു എനിക്ക് തോന്നിയത്. ഈ ലാലേട്ടൻ കൊടുത്തത് കുറച്ച് കുറഞ്ഞു പോയി എന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. ഷാനവാസിനടുത്ത് ആ കാര്യം പറഞ്ഞു, വീട്ടിലിരിക്കുന്ന അച്ഛനെ വിളിക്കുന്നു, അമ്മയ്ക്ക് വിളിക്കുന്നു, അതൊക്കെ കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെയാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ പെൺകോന്തൻ എന്ന് വിളിച്ചു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയും ചെയ്തു, എന്താണ് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? വീട്ടിൽ ഇങ്ങനെയല്ല, അപ്പൊ നിങ്ങളുടെ വീട് തന്നെയല്ലേ ഇത്, നിങ്ങളുടെ വീടായിട്ട് കാണണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിന്റെ അടുത്ത് നല്ല പറയുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് വരാണ്. ക്യാപ്റ്റൻസി ടാസ്കില് നമ്മുടെ ആദിലുണ്ട്, ജിസേലുണ്ട്. അപ്പൊ ഇതിൽ ആര് ക്യാപ്റ്റൻ ആവും എന്നുള്ളൊരു നമ്മുടെ ലക്ഷ്മിയുണ്ട്. അപ്പോ ക്യാപ്റ്റൻസി ടാസ്ക് വേറെ ഒന്നുമല്ല, നമ്മുടെ ചുറ്റിനും ഇത് റിബൺ കെട്ടിയിട്ടുണ്ടാവും. ആ റിബൺ ഇങ്ങനെ ചുറ്റിനായിരിക്കും കെട്ടിയിരിക്കുന്നത്. അത് നമ്മൾ അഴിച്ചിട്ട്, നമ്മൾ കൈ ഇങ്ങനെ പിടിക്കാതെ കറങ്ങി അഴിച്ചിട്ട് അറ്റത്തുള്ള ഒരു ഫ്ലാഗ് ഉണ്ട്, ആ ഫ്ലാഗ് എടുത്ത് മണ്ണിൽ കുത്തണം. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കരമായിട്ട് മെന്റലി നമുക്ക് ഫിസിക്കലി തളർന്നു പോകുന്ന ഒരു ടാസ്ക് ആണ്. ഇതെനിക്ക് അടിപൊളി ടാസ്ക് ആയിട്ട് തോന്നി. ക്യാപ്റ്റൻസിയിൽ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടാസ്ക് ആയിട്ട് കൊടുക്കാൻ പറ്റിയെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ കറങ്ങുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ തന്നെ വെറുതെ ഇങ്ങനെ കറങ്ങിയാല് നമുക്ക് തല ഇറങ്ങും വെച്ചാൽ ഇങ്ങനെ നമ്മളിപ്പോ ഇവിടെ കാണുന്ന ചിലപ്പോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും നമ്മള്, അല്ലെ? അങ്ങനെ അങ്ങോട്ട് പോകാനായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചു, പക്ഷെ ഇങ്ങനെ പോകും. അപ്പൊ അതെനിക്ക് നന്നായിട്ട് തോന്നി. ലക്ഷ്മി എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായി, ലക്ഷ്മി ഇങ്ങനെ കിറങ്ങി അടിച്ച പോലെ ആയിരുന്നു, വേറൊരു ദിശയിലേക്കായിരുന്നു പോയത്. അപ്പോ ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊരു നല്ലൊരു സാധനമായിട്ട് തോന്നി, അടിപൊളിയായിട്ട് തോന്നി ആ ടാസ്ക്. അങ്ങനെ ആദില ക്യാപ്റ്റൻ ആവുകയാണ്. ആദില ക്യാപ്റ്റൻ ആവുക എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അടുത്ത ആഴ്ച എന്തായിരിക്കാം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ക്യാപ്റ്റൻ ആവുക, അല്ലെങ്കിൽ ഒന്നും മിണ്ടാത്ത ഒരു പാവം ക്യാപ്റ്റൻ ആവുക, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജയിലിൽ നടന്ന ഇഷ്യൂ, ഷാനവാസും ബിന്നിയും തമ്മിലുള്ള ഇഷ്യൂസ് ചോദിക്കുകയാണ്. മാവെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. പക്ഷെ മാവെടുത്ത് എറിഞ്ഞതല്ല, സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ വീശിയതുള്ളൂ. അപ്പൊ അതിൽ നിന്ന് 2-3 തുള്ളി പോയതിനാണ് ഈ ഭയങ്കര എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി പറഞ്ഞത്. അത് ലാലേട്ടനെ ചോദ്യം ചെയ്തു, നല്ല കാര്യം. പിന്നെ ആദ്യം ഷാനവാസ് പറയുന്നത് ബിന്നിയാണ് ആദ്യം അച്ഛന് വീട്ടിലുള്ള ഭാര്യയെ കയറി വിളിച്ചത്. ബിന്നി പറഞ്ഞത് എന്താണ് ഇപ്പോഴും എനിക്കറിയാം. ബിന്നി പറഞ്ഞത് വീട്ടിലുള്ള ഭാര്യയുടെ അടുത്ത് കാണിക്കുന്നത് പോലെ എന്റെ അടുത്ത് കാണിക്കരുത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? ബിന്നി ഒരിക്കലും നിന്റെ ഭാര്യയുടെ അടുത്ത് പോയി കാണിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഷാനവാസാണ് നീ നിന്റെ കെട്ടിയൻ്റെ അടുത്ത് പോയി ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ ഈ കേസിലൊക്കെ ഷാനവാസിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഷാനവാസ് അനാവശ്യമായിട്ട് വീട്ടുകാരെ വിളിക്കുന്ന കേസും ആ ഒരു കേസും ഇതൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ജയിൽ ഇഷ്യൂ എല്ലാം കഴിഞ്ഞിട്ട് എവിക്ഷനാണ് വരുന്നത്. എവിക്ഷൻ നമ്മൾ ഞാൻ ഒരു ആദിലെയും നമ്മുടെ ജിസയിൽ മാത്രം വന്നപ്പോ ഞാൻ കരുതി, അയ്യോ ഇത് കറക്റ്റ് സീസൺ 1 എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് എവിക്ഷൻ നടന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം. ആദിലയും നൂറയും ജിസയിലും നെവിനാണ്. ഇവർക്കൊരു കണ്ണ് കെട്ടിയിട്ടുണ്ട്. ആ കണ്ണ് കെട്ടിയാല് നമുക്ക് ബാക്കിയുള്ള ആ കണ്ടസ്റ്റൻസ് ഇതിലൂടെ കാണാൻ പറ്റും, ടിവിയിലൂടെ കാണാൻ പറ്റും ആക്ടിവിറ്റി ഏരിയ നടക്കുന്നത്. അപ്പൊ ഈ 4 പേര് ആക്ടിവിറ്റി ഏരിയ പോയതിനു ശേഷം ഇവരോട് പറയാണ്, നിങ്ങൾ ഗ്രീൻ ലൈറ്റ് വേണം നിങ്ങൾ സേവ് ആവും, റെഡ് ലൈറ്റ് ആണെങ്കിൽ റെഡ് ലൈറ്റ് ഇല്ല, ഗ്രീൻ ലൈറ്റ് സേവ് ആവും. അങ്ങനെ 2 റൗണ്ടില് നൂറ ആദ്യം തന്നെ സേവ് ആവുന്നുണ്ട്.
രണ്ടാമത്തെ റൗണ്ടിൽ നെവിൻ സേവ് ആവുന്നുണ്ട്. ബാക്കി രണ്ടുപേരും ജിസയിലും ആദിലയുമാണ്. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുകയാണ്, ആദില നിങ്ങളുടെ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങളുടെ ഈ സുഹൃത്ത് ആരെന്ന് ചോദിക്കുമ്പോൾ അനുമോളുടെ പേര് പറയുന്നു. അനുമോളിനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിപ്പിക്കുന്നു. ജിസേലിനോട് ചോദിക്കുമ്പോൾ ജിസേൽ ആര്യന്റെ പേര് പറയുന്നു. ആര്യനും ഇതിലേക്ക് വരുന്നു, നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരുന്നു. എന്നിട്ട് രണ്ടുപേരും സംസാരിക്കുന്നു. നിങ്ങൾ അനുമോള് കെട്ടിപ്പിടിച്ചിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ടൊക്കെ തോന്നി. ഇങ്ങനത്തെ പ്രോസസ് എവിക്ഷൻ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. യാത്ര പറയാനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊരു കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മുൻപിൽ തന്നെ ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിൽ അനുമോളിലും ആര്യനും എന്താണ് അവർക്ക് വേണ്ടി ഏതാണുള്ളത് അത് എഴുതി ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരെയും ആര്യനും നമ്മുടെ അനുമോളും പോയി. പക്ഷെ ഞാൻ വിചാരിച്ചു ജിസേലിനെ എടുത്തിട്ട് ഇതിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ കരുതിയത് ജിസയില് പോയിട്ട് പുറകെ തന്നെ അത് ആദിലയും പോകുന്നു. അപ്പൊ ഇത് വേറെന്തോ ആണെന്ന് മനസ്സിലായി. അപ്പോഴാണ് സീസൺ 1 ഞാൻ പ്രതീക്ഷ സാധനം സീസൺ 1 രഞ്ജിനി ഹരിദാസും ശ്വേതാമേനോനും മാത്രം ഒറ്റയ്ക്ക് ഒരു നോമിനേഷൻ വന്നിരുന്നു. ഇതിൽ ആരെങ്കിലും ഒരാളെ എവിക്റ്റാവുന്ന അറിയായിരുന്നു. അങ്ങനെ ഇവർ വേറൊരു ഏരിയയിൽ ഒരു ഇരുട്ട് മുറിയിലാക്കിയിട്ട് ഇവർ രണ്ടിലും പരസ്പരം സംസാരിച്ചിട്ട് ആരാണ് എവിക്റ്റ് ആവുന്നത് അവര് പുറത്ത്. അങ്ങനെ ശ്വേതാമേനോൻ എവിക്റ്റ് ആയിട്ട് രഞ്ജിനി ഹരിദാസ് വീട്ടില് പ്രധാന വാതിലിലൂടെ കയറി വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ആദിലയും കയറി വന്നത്. ഒരാളെ എവിക്റ്റ് ആയിട്ട് വീട്ടുകാർക്കൊന്നും അറിയത്തില്ല. അയ്യോ ആരൗട്ടായെന്നും വീട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷെ പ്രധാന വാതിലൂടെ ആരാണോ വരുന്നത് അപ്പൊ മനസ്സിലാവും, അയ്യോ ഇവരാണല്ലോ ഔട്ടായെന്ന് മനസ്സിലാവും. അപ്പൊ അതേപോലെ തന്നെയാണ് ഇന്നത്തെ ഇതിലും നടന്നത്. രണ്ടുപേരും മാറ്റി എന്നിട്ട് പ്രധാന വാതിലേക്ക് വരാൻ പറഞ്ഞു. ആര്യനെയും അനുമോളോടും പ്രധാന വാതിലിന്റെ മുന്നിലും ബാക്കിയുള്ളവർ പടികളുടെ അവന് മുന്നിൽ എൻട്രൻസിൽ വരാനും പറഞ്ഞു. കയറി വന്നത് ബിഗ് ബോസിന്റെ പാട്ടൊക്കെ ഇട്ട് കയറുന്നത് ആദിലാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായി ജിസയിൽ എവിക്റ്റ് ആയെന്ന്. ഇത് കറക്റ്റ് സീസൺ 1 നടന്ന അതേ എവിക്ഷൻ മെത്തേഡായിട്ട് എനിക്ക് തോന്നി. നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പം ജിസയിൽ എവിക്റ്റ് ആയിരിക്കുകയാണ്. ഭയങ്കര അൺഫെയർ ആണ്. വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരെ വേണം പറയാൻ. കാരണം അവര് കാരണമാണ് ജിസയിൽ എവിക്റ്റ് ആയത്. വേറെ നല്ല സാവുമാനം നമ്മൾക്ക് എവിക്റ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചു ചിലപ്പോ നെവിനും ഒക്കെ വോട്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവരൊക്കെ ചിലപ്പോൾ ജിസേലിന്റെ ആൾക്കാരായിരിക്കും. ഇവർ ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ വിചാരിച്ചാൽ ജിസേൽ എന്തായാലും ഈ ആഴ്ച സേവ് ആവും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കാണോ അവർക്ക് തന്നെ കൊടുക്കുക. അല്ലാതെ ഇവർ ഔട്ടാവാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കണം എന്നുള്ള ചിന്ത വരരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് സ്പ്ലിറ്റായി. ശരിക്കും പറഞ്ഞാൽ വോട്ട് സ്പ്ലിറ്റായി. ജിസയിൽ എവിക്റ്റായി. ഭയങ്കര സങ്കടമുണ്ട്. കാരണം നല്ലൊരു പ്ലെയർ ആയിരുന്നു. ആര്യനൊക്കെ ആയി നല്ല രീതിയിൽ കരയുന്നുണ്ട്. ഭയങ്കര അൺഫെയർ എവിക്ഷൻ ആയിപ്പോയി. ഒന്നും പറയാനില്ല. പിന്നെ സ്റ്റേജിലേക്ക് വരുന്നു. ജേണി വീഡിയോ നല്ല അടിപൊളിയായിട്ട് ജേണി വീഡിയോ കാണിച്ചു. നല്ല രസമായിരുന്നു ജേണി വീഡിയോ കാണാനായിട്ട്. ജിസയിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിട്ടോ. കാരണം വെച്ചാൽ ഹിന്ദിയിലേക്കാളും കൂടുതൽ ഈ ദിവസം ഈ ബിഗ് ബോസ് മലയാളത്തിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയില്ല. പക്ഷെ ഇൻഡയറക്ട്ലി പറഞ്ഞു എനിക്ക് 60 ദിവസം ഈ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ നന്നായിട്ട് തോന്നി. കാരണം ഒന്നാമത്തത് മലയാള പ്രേക്ഷകർ അതിൻ്റെ ഇടയിൽ വരാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ പ്രൗഡായിട്ട് തന്നെയാണ് ജിസയിൽ പോകുന്നത്. പിന്നെ ഇതിന്റെ ചർച്ചയാണ്, എവിക്റ്റ് ആയതിന്റെ ചർച്ചയാണ്. ആരും എക്സ്പെക്ട് പോലും ചെയ്തില്ല ജിസയിൽ എവിക്റ്റ് ആവുമെന്ന്. അങ്ങനെ ജിസയിൽ എവിക്റ്റ് ആയി. അടുത്ത ആഴ്ച എന്തൊക്കെയോ ടാസ്കുകൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നുണ്ട്. ഇത്ര ഉള്ള എപ്പിസോഡ് നടന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമായിരുന്നു. പക്ഷെ ജിസയിലിന്റെ എവിക്ഷൻ അൺഫെയർ. ഞാൻ ഒരു അവസാനം ഒരു കച്ചിത്തുരും പോലെ ഞാൻ പ്രതീക്ഷിച്ചു ജിസയിൽ ഒരു സീക്രട്ട് റൂം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാനാ, ജിസയിൽ പോയി. ഇനി ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം അടുത്ത ആഴ്ച നോമിനേഷൻ ഉണ്ടാകുമോ. കാരണം ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ വെച്ചു, കഴിഞ്ഞ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ അടുത്ത വീഡിയോ വിശേഷമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതായിരിക്കും. ബൈ.